respiratory system codes 69,000 to 69979 codes. അപ്പോൾ ആദ്യം നമുക്ക് ear anatomy പഠിക്കാം. ഇയറിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. Parts of ear can be divided into three. That is external ear, middle ear, internal ear. ഈ ഗ്രീൻ കളറിൽ കാണുന്ന അതായത് പിന്ന ആൻഡ് എക്സ്റ്റേണൽ എക്കോസ്റ്റിക് മിയാറ്റസ് ഈ രണ്ട് ഭാഗങ്ങൾ കൂടെ ചേർന്നതാണ് എക്സ്റ്റേണൽ ഇയർ. മിഡിൽ ഇയറിൽ അറിയാലോ ഇയർ ഓസിക്കിൾസ് ഉണ്ട്. ആൻഡ് ദ ഇന്നർ ഇയർ ഹാസ് കോക്ലിയർ, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലർ കനാൽ. സോ ഇതൊരു ഡീറ്റെയിൽ വേർഷൻ ആണ്. അതായത് ഔട്ടർ ഇയറിൽ നമുക്ക് എന്ത് കാണാം? പിന്ന കാണാം, ഇയർ കനാൽ കാണാം. Then there is the eardrum. Then the second part, രണ്ടാമത്തെ പാർട്ടായ ഇയർ ഓസിക്കിൾ. അതെന്താണ്? മിഡിൽ ഇയറിലുള്ളത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. Okay? And there is a Eustachian tube also. ഈ മൂന്നാമത്തെ ഭാഗം അതായത് ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ ഞാൻ പറഞ്ഞു കോക്ലിയ ഉണ്ട്. ഈ സ്നേൽ ഷേപ്ഡ് പാർട്ടാണ് കോക്ലിയ. Then what? Organ of balance. Then semicircular canal, vestibule. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കൂടെ പഠിക്കാം. അപ്പൊ ആദ്യം എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയർ കോഡ് 69,000 മുതൽ 69,399 വരെയാണ്. ഔട്ടർ ഇയർ, also called external ear or oris externa, is the external part of the ear. ഏറ്റവും പുറമേയുള്ള ഭാഗം ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഇയർ. And this consists of auricle, also pinna. ഈ പോർഷൻ ആണ് എന്ത്? auricle or pinna. And ഈ canal up to tympanic membrane. അതെന്താണ്? external acoustic meatus അല്ലെങ്കിൽ ear canal. So what is the function? This gathers sound energy and focus it on the eardrum. Eardrumനെ പറയുന്ന മറ്റൊരു പേരാണ് tympanic membrane. So auricle is also called pinna. This is the visible portion of the external ear. So earനെ നമുക്ക് കാണാൻ പറ്റുന്ന പോർഷൻ ആണ് എന്ത്? auricle or pinna. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞു ഇയർ കനാൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്കോസ്റ്റിക് മിയാറ്റസ്. This is a passage comprised of bone and skin leading to eardrum. അപ്പോൾ eardrum വരെയുള്ള പോർഷൻ അതാണ് എന്ത്? എക്സ്റ്റേണൽ എക്കോസ്റ്റിക് മിയാറ്റസ് or the ear canal. അപ്പോൾ നമ്മൾ അനാറ്റമി ഓഫ് എക്സ്റ്റേണൽ ഇയർ പഠിച്ചു. എക്സ്റ്റേണൽ ഇയറിന് എന്തുണ്ട്? പിന്നുണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ഉണ്ട്. എക്സ്റ്റേണൽ ഇയർ ഇൻസിഷൻ, എക്സിഷൻ, റിമൂവൽ, റിപ്പയർ കോഡ്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് പഠിക്കാം. അതായത് മിഡിൽ ഇയർ 69420 to 69799. അപ്പൊ എന്ത് പറഞ്ഞു? മിഡിൽ ഇയറിന് ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞ മൂന്ന്, ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറഞ്ഞ മൂന്ന് ബോൺ ഉണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം വാട്ട്? tympanic membrane. എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിന്റെ അറ്റത്ത് നമ്മൾ tympanic membrane അല്ലെങ്കിൽ ഇയർഡ്രം കണ്ടു. അത് മുതൽ സ്റ്റേപ്പിസ് എവിടെ എൻഡ് ചെയ്യുന്നത്? ഓവൽ വിൻഡോ. അവിടെ വരെയുള്ള പാർട്സ് ആണ് എന്ത്? മിഡിൽ ഇയർ. So middle ear is the portion of ear internal to eardrum and external to oval window of inner ear. Oval window inner earന്റെ ഭാഗമാണ്. And the mammalian middle ear contain three ossicles. ഏതൊക്കെയാണ്? malleus, incus, stapes. And this transfer the vibration of the eardrum into waves in the fluid and membrane of inner ear. അപ്പോൾ inner earന് കുറച്ച് fluid membrane ഒക്കെ ഉണ്ട്. അത് നമ്മൾ പഠിക്കും. Next, middle ear is composed of ear ossicles മാത്രമല്ല എന്തുണ്ട്? tympanic membrane ഉണ്ട്, ossicles ഉണ്ട്, and the Eustachian tube. First part, tympanic membrane. നമ്മൾ പറയാൻ എന്താ? eardrum. And it separates outer ear from middle ear. Eustachian tube ആണ് second part. This is a narrow passage. കണ്ടോ? This is a narrow passage leading from pharynx. ഏകദേശം നോസിന്റെ പിറകിലായിട്ട് വരുന്നതാണ് pharynx. And pharynx നിന്ന് middle ear ഉള്ള cavity വരെയുള്ള ഒരു narrow passage ആണ് Eustachian tube. Here. So this leads toward pharynx-ലേക്കാണ് ഇത് പോകുന്നത്. This permit equalization of pressure on each side of the eardrum. And third part, ear ossicles. Inside of the middle ear,
are the smallest bone in the body. അപ്പോൾ ഏറ്റവും ചെറിയ ബോൺ നമ്മുടെ ശരീരത്തിലുള്ള ഭാഗമാണിത് മിഡിൽ ഇയർ. ആൻഡ് ഇതിനെ എന്ത് പറയുന്നത്, ആ ഗ്രൂപ്പിനെ പറയുന്നത് ഓഡിറ്ററി ഓസിക്കിൾ ഓർ ഇയർ ഓസിക്കിൾ ഓർ ദ ഇയർ ബോൺ. By definition, these three bones are named after shape. Malleus, hammer shape എന്ന് പറയുന്നത്. Incus is anvil shape. Stapes is stirrup shape. Okay, so malleus, incus, stapes, also called as foot plate. Stapes ne foot plate എന്ന് പറയുന്നുണ്ട്. And what is the purpose of this auditory ossicle? Ossicular chain. അപ്പോൾ ear bone എന്ന് പറയും, auditory ossicle, ear ossicle or ossicular chain. What is the function? To transmit sound via a chain reaction of vibration that connect the eardrum to inner ear and cochlea. അപ്പോൾ tympanic membrane നിന്ന് inner ear വരെയുള്ള vibration, chain reaction of vibration വഴി sound transmit ചെയ്യുന്നതാണ് ഈ ear ossicleന്റെ function. ഇനി two skeletal muscles are associated with the auditory ossicle that contract in response to loud noise. അപ്പോൾ loud noise ഉണ്ടാവുമ്പോൾ ഉള്ള കോൺട്രാക്ട് ചെയ്യുന്ന രണ്ട് skeletal muscle ആണ് എന്ത്, tensor tympani or Eustachian muscle and stapedius muscle. ഇനി നമ്മൾ ഇന്നർ ഇയർ മിഡിൽ ഇയർ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാം, മാസ്റ്റോയിഡക്ടമി, മാസ്റ്റോയിഡോട്ടമി അങ്ങനെ ടേംസ് കാണാം. അപ്പോൾ എന്താണ് ഈ മാസ്റ്റോയിഡ് പ്രോസസ്? This is easily palpable just behind the ear. Green portion ആണ് mastoid process. It serves for the attachment of many head muscle. Moreover, it contains air-filled spaces called the mastoid air cells. So, codes നോക്കുകയാണെങ്കിൽ tympanostomy, incision. അപ്പോൾ stoma means opening and there is an opening into tympanic. Okay, tympanic membrane ഒരു incision. The mastoidectomy and ectomy means what? Excision or removal. Next, tympanoplasty. Plasty എന്ന് പറഞ്ഞാൽ എന്താ? It is a repair. Without mastoidectomy, with androtomy or mastoidectomy. Mastoidotomy എന്ന് പറഞ്ഞാൽ എന്താ? Otomy is incision. And with mastoidectomy. And this is the continuation of the process. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണാം. A 4-year-old with chronic otitis media and fluid buildup in both ears was admitted by her otolaryngologist for a bilateral tympanostomy. The procedure was performed with placement of ventilating tube. The procedure required general anesthetic due to the patient's age. Select the procedure code for this procedure. അപ്പോൾ ഏതൊക്കെ കോഡ് അവിടെ ഉള്ളത്? 69420, 421, 3336. അപ്പോൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഫസ്റ്റ് രണ്ട് മിറിംഗോട്ടമി ആണ്. നെക്സ്റ്റ് ടു എന്താ? ടിംപാനോസ്റ്റമി. അപ്പൊ മിറിംഗോട്ടമി ദാറ്റ് ഇസ് ഇൻസിഷൻ ആണോ അതോ ടിംപാനോസ്റ്റോമി ഓപ്പണിംഗ് ആണോ നമ്മളെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ബൈലാറ്ററൽ ടിംപാനോസ്റ്റമി. അപ്പൊ മിറിംഗോട്ടമി അല്ല, ഇറ്റ് ഇസ് ടിംപാനോസ്റ്റമി. ഇപ്പൊ ഫസ്റ്റ് രണ്ട് കോഡ് ഒഴിവാക്കി. ഇനി നമുക്ക് എന്തുണ്ട്? 69433 tympanostomy code. What is the difference? First code local or topical anesthesia, other is general anesthesia. So question എന്താണ്? General anesthetic ആണ്. So the answer is D, 69436. Bilateral procedure ആയതുകൊണ്ട് നമ്മൾ modifier 50 യൂസ് ചെയ്യുന്നു. ഇനി inner ear എന്താണ്? Innermost part of the ear ആണ് inner ear and houses the vestibulocochlear organ and it has two main functions. എന്തായിരിക്കും? Hearing and balancing. So to convert mechanical signal from middle ear into electrical signal which can transfer information to auditory pathway in brain. So നമുക്ക് vibration sound പിന്നെ വഴി tympanic membrane eardrumൽ വന്ന് അടിച്ചിട്ട് ear ossicles അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇന്നർ ഇയറിൽ എത്തുമ്പോഴാണ് അവിടെ നിന്നാണ് ബ്രെയിനിലേക്ക് മെസ്സേജ് പോകുന്നത്. ആൻഡ് ടു മെയിൻറ്റെയിൻ ബാലൻസ് ബൈ ഡിറ്റക്ടിങ് പൊസിഷൻ ആൻഡ് മോഷൻ. ഒന്ന് പറയില്ല ഇയർ ബാലൻസ് പോയി. അപ്പൊ ബാലൻസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഇന്നർ ഇയർ. സോ ഇന്നർ ഇയർ ഈസ് ഓൾസോ കോൾഡ് ദ ലാബ്രിന്ത് ഓഫ് ദ ഇയർ. Part of the ear that contain organ of sense of hearing and equilibrium.
പറഞ്ഞു ബാലൻസും ഹിയറിംഗും ഉള്ള ഓർഗൻസ് ഒക്കെ ഉള്ളത് എവിടെ ഇന്നർ ഇയറിലാണ്. ദിസ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ പെട്രസ് പാർട്ട് ഓഫ് ദ ടെമ്പറൽ ബോൺ. സോ നമ്മൾ ഇത് പഠിച്ചു. എക്സ്റ്റേണൽ ഇയർ, ഇത് എക്സ്റ്റേണൽ ഇയർ, ഇയർ ഡ്രം, ഇയർ ഓസിക്കിൾസ്, ആൻഡ് ദിസ് ബ്ലൂ portion is the inner ear. And cochlea, both bony labyrinth and cochlear duct are coiled in a snail like structure. പിന്നുള്ളത് vestibule ഉണ്ട് and semicircular canals. അപ്പോൾ inner ear has two main components. രണ്ട് components ഉണ്ട്. എന്താണ്? bony labyrinth and the membranous labyrinth. ഈ ബ്ലൂ കളറിൽ, അതായത് മൊത്തം ഈ ബ്ലൂ കളറിൽ വരുന്നതാണ് bony labyrinth. ഇൻസൈഡ് ദ bony labyrinth ആണ് എന്ത് വരുന്നത്? membranous labyrinth. അപ്പോൾ എന്താണ് bony labyrinth? Bony labyrinth consists of a series of bony cavity within the petrous part of the temporal bone. എന്തൊക്കെയാണ്? That is cochlea, vestibule, ഈ green portion ആണ് vestibule, and the blue 3 semicircular canal, 1, 2, and 3. Okay. All these structures are lined internally with the periosteum and contain fluid called perilymph. So BP means bony labyrinth with periosteum and perilymph. ഇത് ME membranous labyrinth. ഈ bony labyrinthന്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്? membranous labyrinth. And membranous labyrinthന്റെ parts എന്തൊക്കെയാണ്? It is a cochlear duct. ഇവിടെ ഉള്ളിലുള്ളതാണ് cochlear duct, then semicircular duct, then utricle and saccule. vestibule ഉള്ളതാണ് utricle and saccule. The membranous labyrinth is filled with fluid endolymph. So BP bony labyrinth, perilymph, ME membranous labyrinth, endolymph. Within the bony labyrinth is a membranous labyrinth, which is also divided into 3 parts. Semicircular duct, 2 sac-like structure, utricle and saccule, and cochlear duct, which is the only part of the inner ear involved in hearing. So hearing part is cochlear duct. Inner ear has 2 openings into middle ear, but both covered by membrane. Oval window വരെയുള്ള part ആണ് എന്ത്? middle ear. അപ്പോൾ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഓവൽ വിൻഡോ ഉണ്ട്, റൗണ്ട് വിൻഡോ. ഓവൽ വിൻഡോ, ഏതാ ഓവൽ വിൻഡോ? ഇതാണ് ഓവൽ വിൻഡോ. എവിടെ? സ്റ്റേപ്പിസിന്റെ അറ്റത്തുള്ളത്. And oval window is also called the fenestra vestibuli or fenestra ovalis. This is a membrane covered opening from middle ear to cochlea of the inner ear. അപ്പോൾ ഇവിടെ അടുത്തുള്ളതാണ് cochlea. Oval window lies between middle ear and vestibule. Okay. അപ്പോൾ രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ട്. ഒന്ന് ഓവൽ വിൻഡോ, രണ്ടാമത്തേതാണ് റൗണ്ട് വിൻഡോ. This is tympanic membrane അല്ലെങ്കിൽ eardrum. Okay. The round window, ഇത് oval window. Oval window is near the stapes. And ഇതാണ് cochlear duct. അതിനെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതാണ് scala vestibuli and scala tympani. So round window separate the middle ear from scala tympani of the cochlear duct. Okay. And the round window is situated below the oval window, little behind the oval window. And this is sealed by secondary tympanic membrane. The next part, vestibule. Vestibule is the central part of the bony labyrinth. Bony labyrinth, the central part ആണ് vestibule. The semicircular canal, the cochlea. So middle വരുന്ന part ആണ് എന്ത്? Vestibule. This is separated from middle ear by what? Oval window. അല്ലേ? ഇവിടെ oval window ഉണ്ട്, അവിടെ stapesum കാണാം. And this communicate anteriorly with cochlea, posteriorly with semicircular canal. And 2 part of the membranous labyrinth. So ഈ vestibule എന്ന് പറയുന്നത് എന്താ? bony labyrinth ആണ്. Vestibular membranous labyrinth എന്ന് പറയുന്നത് എന്താണ്? saccule and utricle. These are located within the vestibule. The saccule and utricle are the 2 membranous sac located in the vestibule. They are the organs of balance. The hearing organ cochlea ആണെന്ന് പറഞ്ഞു. Organ of balance ആണ് എന്ത്? saccule and utricle. These detect the movement or acceleration of head in the vertical and the horizontal plane respectively. And utricle.
This is larger of the two. Utricle ആണ് saccule-നേക്കാളും വലുത്. This receive the 3 semicircular duct. ഇവിടെ 1, 2, 3 semicircular duct receive ചെയ്യുന്ന പാർട്ടാണ് utricle. Okay. Saccule is globular in shape. അത് എവിടെയാണ്? Receive the cochlear duct. This is near the cochlear duct. ഇനി cochlea. What is it? It is a organ of balancing. Cochlea houses the cochlear duct of the membranous labyrinth. So cochlea ഉള്ളിലുള്ളതാണ് cochlear duct. This is the auditory part of the inner ear. Cochlear duct is located within the bony scaffolding of cochlea. This is held in place by spiral lamina. ഇപ്പോൾ എന്താണ് സ്പൈറൽ ലാമിന പഠിക്കുന്നത്? അപ്പോൾ cochlear duct form a shelf across the cochlea, divide it into two sections, scala vestibuli and scala tympani. അപ്പോൾ ഈ cochlear duct എന്ത് ഡിവൈഡ് ചെയ്യുന്ന കോക്ലിയനെ? scala vestibuli and scala tympani. And scala vestibuli, scala tympani. Scala vestibuli എന്താണ്? Located superior to cochlear duct. And its name suggests continuous with the vestibule. കണ്ടതാണ്. Scala tympani located inferior to cochlear duct and it terminates at the round window. Round window ന് അടുത്തുള്ളതാണ് എന്ത്? Scala tympani. And again, കണ്ടോ? Cochlear duct. This blue color is for scala vestibuli, red is cochlear duct and green is the scala tympani. Cochlear duct can be described as a triangular shape. And ഇതിന്റെ lateral wall എന്ന് പറഞ്ഞാൽ എന്താ? It is away from lateral wall എന്ന് പറഞ്ഞാൽ away from midline or away from body എന്ന് പറയാം. Away from midline. And this is formed by thickened periosteum. ഇത് പറയുന്നതാണ് spiral ligament. Lateral wall. Roof is formed by a membrane which separate the cochlear duct from scala vestibuli. Scala vestibuli cochlear duct ne separate ചെയ്യുന്ന roof ആണ് എന്ത്? Resinous membrane. And the floor is formed by a membrane. This separate what? Scala tympani from the cochlear duct. അതാണ് എന്ത്? Basilar membrane. അപ്പോൾ lateral ആയിട്ട് spiral ligament ഉണ്ട്, roof or resinous membrane ഉണ്ട്, base is basilar membrane. And basilar membrane houses the epithelial cells of hearing. Organ of Corti. Organ of Corti ആണ് എന്ത്? Organ of hearing. Organ of Corti. അപ്പോൾ ഇത് scala tympani, scala media, scala vestibuli. ഇതാണ് cochlear duct. അപ്പോൾ cochlear ductലെ basilar membrane. Basal ആണ് എന്ത്? Basilar membrane. Basal ആണ് what is the organ of Corti. ഇനി next portion semicircular canal. 3 semicircular canal ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഒന്ന് anterior, ഒന്ന് posterior and the third is lateral. And these contain the semicircular duct. അതായത് എന്താണ്? It is related with membranous labyrinth. These are responsible for balance. So balance organs ഏതൊക്കെയാണ്? Utricle, saccule, semicircular duct, not canal, duct. Okay, the canals are situated superior posterior to the vestibule at right angles to each other. At right angles to each other, and they have a swelling at one end. This swelling ne parayunna endana? Ambula. So cochlear duct is situated within the cochlea and this is the organ of hearing. Semicircular duct, saccule, utricle are organs of balance and these are known as vestibular apparatus. Balance. അപ്പോൾ inner ear നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? There is a cochlea, vestibule, semicircular canal, cochlear duct, utricle, saccule in the vestibule, semicircular duct, and there is the bony labyrinth, BP, containing the perileum, ME, membranous labyrinth containing the endolymph. പിന്നെ round window ഉണ്ട്. This is the oval window. And now the codes, incision drainage codes, introduction. And now പറഞ്ഞു ear എവിടെയുള്ളത്? Temporal bone. കണ്ടോ? Temporal bone, the petrous part. And there is a code 69970 is the removal of the tumor temporal bone. And this green portion is the temporal bone. And ഇതിൽ കാണുന്ന ഒരു കോഡാണ് operating microscope. What is the special feature? This is an add-on code.
Do not report codes ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണാം. A 43-year-old patient who suffers from severe intermittent vertigo has been definitely diagnosed with Meniere's disease after a year of various treatment, medication, tests, behaviors, lifestyle change that have failed to lessen the symptom. She now presents for a transcanal chemical labyrinthectomy to the right ear. Dr. Miller visualizes the tympanic membrane with an operating microscope, cleans the ear canal, makes a small incision into tympanic membrane. Gentamicin is delivered into the right ear. The patient is repositioned with the right ear up and monitored by the nurse. The perfusion is repeated to achieve the maximum result. The ear is suctioned, cleaned, and carefully examined for bleeding. The patient tolerated the procedure well and is returned to the recovery area in satisfactory condition. How would Dr. Miller report his professional service? അപ്പോൾ ഇവിടെ രണ്ട് കോഡ്സ് ചെയ്യുന്നു 69801 69905. One is labyrinthectomy incision, other is labyrinthectomy removal. So ഇവിടെ എന്താ transcanal chemical labyrinthectomy. Labyrinthectomy codes മാത്രമേ ഉള്ളൂ. So we can cancel what B and D. So ഇത് രണ്ടിലും എന്തുണ്ട് നമ്മൾ 69801 എടുത്തു. B and D eliminated, but still both have what 6999051. And ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ 69801 എന്താണ് രണ്ട് സെഷൻ ആണ് റിപ്പീറ്റഡ് സെഷൻ. പെർഫ്യൂഷൻ ഇസ് റിപ്പീറ്റഡ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് labyrinthectomy with perfusion of vestibular active drug transcanal and do not report 69801 more than once per day. ഒരു ദിവസം ഒരിക്കൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. So what we have to cancel it. Then why we are not using 51 with 69990? Code 69990 should be reported in addition to code but without modifier 51 appended. Okay, we should not use modifier 51 with 69990. So again the answer is C, 69801 69990.